ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. മഡ് ഹൗസ് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളെടുത്ത കാന്തല്ലൂർ എടുത്ത സ്റ്റേയുടെ പേര് ലെമൺ ഗ്രാസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ലെമൺ ഗ്രാസിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വളരെ അടിപൊളിയായിട്ടുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ നമുക്ക് നേരെ ആലപ്പി ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആലപ്പി ഹൗസ് ബോട്ടും അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ശരി ചേട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? കുറച്ചുകൂടെ വേണമായിരുന്നു. നമ്മൾ പെട്ടെന്ന് തീർന്ന പോലെ തോന്നിപ്പോയി. എന്നാലും ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലല്ലേ? എപ്പോൾ വന്നാലും നമ്മൾ മോളിൽ നിന്ന് താഴെ നിന്ന് മറ്റേ നമ്മൾ സൈറ്റ് സീയിങ് കണ്ട് കുറച്ചൊന്ന് വിയർത്തിട്ട് വന്ന് കാണും. പക്ഷെ മുകളിലോട്ട് കയറിയ സമയത്ത് വീണ്ടും തണുപ്പായി. ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഞാൻ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, അവിടെ ചെക്കൗട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അപ്രതീക്ഷിതമായൊരു കാഴ്ച കണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക ആ ഒരു കാഴ്ച. സത്യം പറഞ്ഞാൽ നാട്ടിലെ ഉത്സവത്തിനും പിന്നെ നമ്മുടെ സൂവിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആനയെ കാണുമെങ്കിലും ആദ്യമായിട്ടാണ് രണ്ട് കാട്ടാനകളെ നേരിട്ട് കാണുന്നത്. എന്തായാലും 2 കൊമ്പന്മാരായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു യാത്ര. നമ്മളിപ്പോൾ ആലപ്പുഴ എത്തി. അതായത് ഫിനിഷിംഗ് പോയിന്റ് ആ ഒരു സൈഡിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഫിനിഷിംഗ് പോയിന്റിലാണ് നമ്മളെ ബോട്ട് കിടക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 200 മീറ്റർ ഫിനിഷിംഗ് പോയിന്റ് അവരുദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ആലപ്പുഴ വള്ളംകളിയൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലമാണ് അവർ ഫിനിഷിംഗ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. ഒരു 100 മീറ്റർ കൂടെ ഉള്ളൂ. ഓക്കെ, നമ്മളപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാണ്. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വഴിയാണ് അകത്തോട്ട് നമ്മുടെ ബോട്ടിലോട്ട് പോകുന്നത്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇതുവഴിയാണ് നമുക്ക് ഹൗസ് ബോട്ടിലോട്ട് കയറാനുള്ളത്. ഇതാണ് ഈ ബോട്ടാണ്. ഈ ബോട്ടിലാണ് നമ്മൾ ഇന്ന് നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഒരു നൈറ്റ് ആണ് എടുത്തേക്കുന്നത്. നാളെ രാവിലെ നമ്മൾ വെക്കേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. This one is port side? Yeah, it's port. No, this is not port side. Then, because it is like this now. Left hand port, starboard.
ഈ നെഹ്റു പവലിയൻ എന്ന് എഴുതിയിരിക്കുന്നില്ലേ, ഇവിടെയാണ് വള്ളംകളി ഫിനിഷിംഗ് പോയിന്റ്. ആക്ച്വലി ഈ സൈഡിൽ നിന്ന് വന്നിട്ട് അവിടെയാണ് ജഡ്ജസ് എല്ലാം ഇരിക്കുന്നത്. ഈ ഒരു സൈഡിലാണ്, ഈ സൈഡിൽ നിന്നാണ് വള്ളങ്ങൾ വരുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ മൊത്തം ഹൗസ് ബോട്ടുകൾ നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. പുന്നമടക്കായലിലാണ്. പുന്നമടക്കായലിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഈ ഒരു അപ്പം ഈ വള്ളംകളി ആവുന്ന സമയത്ത് ഈ വള്ളങ്ങളെല്ലാം മാറ്റും അല്ലേ? രണ്ടാഴ്ച മുമ്പ് എല്ലാം മാറ്റും. എല്ലാം മാറ്റിയിട്ട് ഇവിടെ എല്ലാം ഗാലറി ഒക്കെ പണിയും. ഇതിനകത്തൊക്കെ ട്രാക്ക് ഇരിക്കും, 4 ട്രാക്കായിട്ട് തിരിക്കും. ഓ, ഇവിടെ മാറ്റിയില്ലേ പിന്നെ അവർ ട്രാക്ക് ഇരിക്കുന്നത് ഇവിടെ ബോട്ടുകളെല്ലാം നശിക്കും. അതെ. ചേട്ടൻ സ്വന്തമാണോ ഇത്? മോന് ഇതിൽ സാധാരണ ഉണ്ടാവാറുണ്ടോ അതോ? ഓ, ഓക്കെ. Kind of fever, not starting. ചേട്ടാ, ഇത് ഗവൺമെന്റ് ബോട്ടല്ലേ? ഇത് ഗവൺമെന്റ് ബോട്ടാണ്, ഗവൺമെന്റ് സർവീസ്. ഇവിടുന്ന് കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഒരു റൂമുണ്ട്. ടോട്ടൽ ഇതിനകത്ത് 2 റൂമാണ് വരുന്നത്. ഇവിടെ ഒരു റൂം, പിന്നെ അത് അടുക്കളയാണ്. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ പോകുന്നു. ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുഡെല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഇത് നെക്സ്റ്റ് റൂം. ടോട്ടൽ 2 റൂമാണ്. ഇത് ബാൽക്കണിയിലോട്ട് കയറാനുള്ള വഴിയാണ്. ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇത് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതിന് മുകളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. കരിമീൻ സ്പെഷ്യൽ സാധനം, കരിമീൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നമടക്കായലിലാണ്. പുന്നമടക്കായലിൽ നിന്ന് നമ്മൾ നേരെ വേമ്പനാട് കായലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ മൂന്നാറിൽ നിന്ന് ഇറങ്ങി, കാന്തല്ലൂരിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഒരു 6 മണിക്കൂർ ട്രാവലിംഗ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏകദേശം 1 മണിയോടുകൂടി നമ്മൾ ഇങ്ങോട്ടെത്തി. ഇപ്പോൾ നമ്മൾ കയറിയതേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ട്രാവലൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ട്രാവൽ കുഴപ്പമില്ലായിരുന്നു. രാവിലെ ഇറങ്ങിയത് കൊണ്ട് വളരെ റഷും കാര്യങ്ങളും. ഏകദേശം ഒരു 6-7 മണിയോടുകൂടി നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മഴയൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും പെയ്തില്ല. റോഡ് ചെറിയ മോശമാണ്, അത് ഓഫ് കോഴ്സ് എല്ലായിടവും മോശമാണ്.
അടിപൊളി എക്സ്പീരിയൻസ്. ഞാൻ നൈറ്റ് ആദ്യം മോറിങ് ഇത് മോറിങ് ഈ ജോബിനെ വേണം മോറിങ് കിട്ടുന്നത് മോറിങ് എന്ന് പറഞ്ഞു. മോറിങ് ഏത് മീനാണ്? പൊടിമീൻ. So I have never seen this fish before. We don't get this in Mumbai. ചെറുത് കായൽ മീനല്ലേ? കടൽ കടൽ മീൻ. അത് കായൽ മീൻ. അപ്പൊ നമ്മളവിടെ ഇല്ലേ സാധനം? പൊടിമീൻ. Small fish. ആപ്പിൻ്റെ അവിടെ നിർത്തിയല്ലോ. അവിടെ നിന്ന് കുറച്ച് പെണ്ണിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊരു പാലം കാണാൻ പറ്റും. ഇത് കുറേ സിനിമകളിലൊക്കെ ഉള്ളതാണ്. നമ്മുടെ സൗണ്ട് തോമ, പിന്നെ അങ്ങനെ പുള്ളി 2-3 സിനിമ, മൈ ബോസ്, അങ്ങനെ കുറച്ച് സിനിമകൾ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മളിതിന് മുകളിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ. നമ്മളെ ബോട്ട് തോ കിടപ്പുണ്ട്. അതിന് തിരിച്ചു പോവാം. ഇപ്പോൾ സമയം രാവിലെ 9 മണിയായിട്ടുണ്ട്. നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ ഇവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ ട്രിവാൻഡ്രം പോകാൻ വേണ്ടി പോവാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഈ ബോട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതായത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ശരി, ബൈ. ശരി ഏട്ടാ, അപ്പോൾ കാണാം. Bye bye. Thank you. Bye bye. May I help? It's alright. I have it. Outside. No problem. All good. Back. It's alright. ഹൗസ് ബോട്ടിംഗ് എക്സ്പീരിയൻസ്. Really awesome and really beautiful. You guys should try it. And we had a great time there. Oh, And it that was was also amazing. So chill. You enjoyed, so no? nice. You can relax, just watch in the distance, watch other ships. It was amazing. You are enjoyed, no? Really, I really enjoyed it. Okay, bye. Bye.